അങ്ങനെ പ്രവീൺ പ്രണവ് ഭയങ്കരമായ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഏകദേശം ഒന്ന് അടങ്ങിയിരിക്കുകയാണ്. ബാക്കി എന്താണ് അടുത്ത വീഡിയോസൊന്നും അവരിടുന്നില്ല. ബാക്കി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നത് പ്രവീണിനും പ്രണവിനും എത്ര പൈസ കിട്ടിക്കാണും. അത് കഴിഞ്ഞുള്ള ആൾക്കാരുടെ സംശയമാണ് ഇത് റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിന് എത്ര പൈസ കിട്ടിക്കാണും. ഞാൻ പറയുന്നു, റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിന് നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കാര്യമല്ല കേട്ടോ, എനിക്ക് നല്ല അത്യാവശ്യം വ്യൂസൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ കാശൊന്നും വലിയ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ എത്ര കിട്ടിയെന്ന് ഞാൻ പറയാം, എനിക്കങ്ങനെ പറയുന്നതിന് മടിയൊന്നുമില്ല. പക്ഷേ നമ്മൾ യൂട്യൂബിൽ കാശ് വരുന്ന എങ്ങനെ കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 1,00,000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ $50, അതായത് $40 മുതൽ $50 വരെ പൈസ കയറും എന്നാണ് യൂട്യൂബിൻ്റെ ഒരു കണക്ക്. പക്ഷേ യൂട്യൂബ് അങ്ങനെയൊന്നും കൊടുക്കില്ല, അതെനിക്ക് മനസ്സിലായി. എനിക്ക് ഒരു വീഡിയോയ്ക്ക് 1,00,000 വ്യൂസൊക്കെ കിട്ടി. പക്ഷേ ഞാൻ $50 കയറും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കയറിയത് എന്നെ ഞെട്ടിച്ചു. അപ്പം നമ്മൾ ഈ ടെക് വീഡിയോസൊക്കെ ചെയ്യുന്നില്ലേ, അവർക്കൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യൂട്യൂബ് അവർക്ക് കൊടുക്കുന്ന ആഡ് ആ തരത്തിലുള്ള ആഡാണ്. അപ്പോൾ അതിന് കൂടുതൽ പൈസ കിട്ടുന്ന ആഡുകളാണ്. നമ്മളിതുപോലത്തെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു. പിന്നെ ഞാനിടുന്ന അധികം വീഡിയോസും 10 മിനിറ്റ് കൂടാറൊന്നുമില്ല. മിനിമം മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പം വാച്ചിങ് അവർ കുറയും. വാച്ചിങ് അവർ കൂടുന്നതിനനുസരിച്ച് അല്ലാതെയും കിട്ടും, വ്യൂസിനനുസരിച്ച് കിട്ടും. അപ്പം ലക്ഷങ്ങളുണ്ടാക്കിയവരുണ്ട് കേട്ടോ. ഇത് വെച്ച് ലക്ഷങ്ങളുണ്ടാക്കിയ യൂട്യൂബിൽ വീഡിയോ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യമല്ലേ പറയാൻ പറ്റും. ഞാനൊക്കെ പണ്ടിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ചേട്ടാ ഇവർക്കൊക്കെ എത്ര പൈസ കിട്ടിക്കാണും, നല്ല പൈസ അടിച്ചെടുക്കാമല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ സത്യമാണ്, നല്ല പൈസ അടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയൊന്നുമില്ലായിരുന്നു. ഞാൻ നല്ല രീതിയിൽ പൈസ കിട്ടും എന്നൊക്കെ വിചാരിച്ചെങ്കിരിക്കുമായിരുന്നു. അപ്പം കുറേ പേര് വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യില്ല, എടാ നീയൊക്കെ ഈ വീഡിയോ ചെയ്തിട്ട് നിനക്കൊക്കെ എന്താണ് കാര്യം, മറ്റേതാ മറിച്ചാന്നൊക്കെ പറയില്ലേ. പൈസ കിട്ടും. പൈസ കിട്ടുന്ന മാത്രമല്ല, അവരുടെ വീട്ടിൽ നടന്ന ഇഷ്യൂ എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. അപ്പം അതിനെ പുറത്തു കൊണ്ടുവരിക, അതിന് വേണ്ടുന്ന നടപടികൾ എടുപ്പിക്കുക, നമ്മൾ വെറുതെ ഇരിക്കാതെ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അപ്പോൾ നമ്മൾ അതിനകത്ത് റിയാക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടി തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും പിന്നെ എന്താണ് നമ്മൾ ഇതിനകത്ത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പൈസ ഉണ്ട് കേട്ടോ. പൈസ നമുക്ക് ആർക്കെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയില്ല. നമ്മൾ വീഡിയോ എടുക്കുന്നു, ഇടുന്നു, മോണിറ്റൈസേഷൻ ഓണാക്കി വെക്കുന്നു, എന്തെങ്കിലുമൊക്കെ കയറുന്നു, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അധികം വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പം എനിക്കതിനകത്ത് ഒരെണ്ണത്തിന് 1,00,000 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ബാക്കി 2 എണ്ണത്തിനെങ്ങാണ്ട് 50,000 45,000 എന്നൊക്കെ പറഞ്ഞ് വേറെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 2,000 3,000 കിട്ടിയതുകൊണ്ട് പിന്നെ 17,000 20,000 കിട്ടിയത് വേറെയുണ്ട്. അപ്പം മൊത്തത്തിലെടുത്ത് നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു 2,74,000 വ്യൂസ് അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ, കറക്റ്റ് കണക്കല്ല പറയുന്നത്. അപ്രോക്സിമേറ്റ് ഒരു 2,74,000 വ്യൂസിനോട് അടുപ്പിച്ചല്ല, അതിന് മേളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് 2,74,000 കിട്ടി. അപ്പോൾ നമ്മൾ 2,74,000 എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞല്ലോ, കിട്ടുന്ന വ്യൂസിന് പകുതിയായിട്ടാണ് നമുക്ക് പൈസ കയറുക എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു $100 മേളിൽ കയറണം. ഒരു $150 വെച്ചെങ്കിലും, $120 എങ്കിലും എനിക്ക് കയറണമായിരുന്നു. $120 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡോളറിന് 84 രൂപ വെച്ച് 8,400 രൂപയാണ് $100 എന്ന് പറയുമ്പോൾ കയറുക. അപ്പോൾ മിനിമം $100 എങ്കിലും നമ്മുടെ യൂട്യൂബിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിലേക്ക് ചെയ്ത് കിട്ടും. അല്ലാതെ എല്ലാ മാസവും നമുക്ക് യൂട്യൂബിലെ പൈസ നേരിട്ട് അക്കൗണ്ടിലേക്കൊന്നും തരില്ല. ഇപ്പം നമുക്കൊരു മാസം 500 രൂപയെ കിട്ടിയുള്ളൂ, ആ 500 രൂപ അതിനകത്ത് കിടക്കും. എന്ന് 8,000 രൂപയാകുന്നു അല്ലെങ്കിൽ എന്ന് $100 ആകുന്നോ ആ മാസമാണ് യൂട്യൂബ് നമുക്ക് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് തരും. അതുവരെ യൂട്യൂബിന് അതിനകത്ത് തന്നെ കിടക്കും, നമുക്ക് കിട്ടൂല. അപ്പോൾ എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ 2,74,000 വ്യൂസ് കിട്ടിയ എനിക്ക് കിട്ടേണ്ട പൈസ വ്യൂസ് വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ഒരു $120 എങ്കിലും യൂട്യൂബ് തരണമായിരുന്നു. പക്ഷേ യൂട്യൂബ് തന്നില്ല. എനിക്ക് ആ 1,00,000 വ്യൂസ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിനെനിക്ക് ആകെ കിട്ടിയ പൈസ എന്ന് പറയുന്നത് $18 ആണ്. $18. ഞാൻ വിചാരിച്ചു $40 ഒക്കെ കയറുമായിരിക്കും. ഞാൻ പൈസയൊക്കെ കണക്കൂട്ടിയിരിക്കുമായിരുന്നു. പക്ഷേ 40 കയറിയില്ല. യൂട്യൂബ് പറ്റിച്ചെന്നെ. പറ്റിച്ചല്ല കേട്ടോ, യൂട്യൂബിന് എന്തൊക്കെയോ അൽഗോരിതംസ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് $18 ആകെ കയറിയുള്ളൂ. $18 $20 ഒന്ന് കൂട്ടാം, അപ്പോൾ 1,600 രൂപ ഒരു വീഡിയോയ്ക്ക്. പക്ഷേ ബാക്കി ഞാൻ പറയാം, മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പം എനിക്ക് 2,74,000 വ്യൂസിന് $53
$50 എന്ന് കൂട്ടിയാൽ മതി. $50 ആകെ കയറിയിട്ടുള്ളൂ. $50 എന്ന് പറയുമ്പം 4000 രൂപ. അത് എന്നോട്ടുള്ള വീഡിയോസാണെന്ന് അറിയാമോ? ഈ 2-3 ദിവസം കൊണ്ടുള്ള വീഡിയോസ് അല്ല കേട്ടോ. അതായത് യൂട്യൂബ് മറ്റേ നമ്മുടെ പ്രവീൺ മൃദുലേനെ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയില്ലേ, അപ്പോൾ ആംബുലൻസ് ഇല്ല എന്ന് പറഞ്ഞൊരു ഇതിട്ടില്ലേ, ഞാൻ ആ വീഡിയോ ആണ് ഇവരുടെ ആദ്യം റിയാക്ട് ചെയ്യുന്നത്. ആ വീഡിയോ അത് ആംബുലൻസ് ഇല്ല, അപ്പോൾ ആംബുലൻസ് അവിടെ പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് എത്ര 17,000 വ്യൂസ് എങ്ങാണ്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ തൊട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അവിടെ തൊട്ട് ഇവരുടെ ഓരോ വീഡിയോസും ചെയ്തതിൽ എനിക്ക് കിട്ടിയ വ്യൂസ് 2,74,000, കിട്ടിയ റവന്യൂ $50. കുറേ പേരൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അവന് ഇത്ര പൈസ കിട്ടി, ഇവന് ഇത്ര പൈസ കിട്ടി. നമ്മുടെ കയ്യിൽ അങ്ങനെ ആരും പറയാൻ ഞാൻ അനുവദിക്കില്ല. നമ്മുടെ പൈസ നമ്മൾ തന്നെ പറയും, ഞാൻ തന്നെ പറയും, എനിക്ക് എന്തൊരു മടിയില്ല. അപ്പം 4000 രൂപ കിട്ടി അന്ന് തൊട്ട് ഇന്നലെ വരെ വീഡിയോ ചെയ്തതിൽ. അപ്പം അത് അക്കൗണ്ടിൽ കയറിയിട്ടില്ല കേട്ടോ, അക്കൗണ്ടിൽ കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല 8,000 രൂപ, $100 ആവാതെ പൈസ അക്കൗണ്ടിൽ കയറില്ല. 4,000 $50 അപ്പോൾ ഓൾറെഡി അന്നേരം കയറിയിട്ടുണ്ട്. ബാക്കി ഇതുവരെ കയറിയിട്ടില്ല, ഇനി എന്ന് കയറുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ടൻറ്റ് തീർന്നല്ലോ, നമുക്ക് കണ്ടൻറ് ഇല്ല. അപ്പോൾ കണ്ടൻറ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ വീഡിയോ ഇട്ടാൽ കയറുമോ അറിയില്ല. എപ്പോഴേലും കയറിയാൽ മതി കേട്ടോ. നമുക്ക് കിട്ടുന്ന കണ്ടൻറ് എടുത്തിടും, അത് എപ്പോഴേലും കയറുവാണെങ്കിൽ കയറട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ അത്ര അത് ഈ മാസം കൊണ്ട് എനിക്ക് ഉണ്ടാക്കണം അങ്ങനെയൊന്നുമില്ല. എന്നാലും നമുക്ക് ആഗ്രഹമുണ്ട്, പൈസ കിട്ടുവാണെങ്കിൽ വരട്ടെ, ആർക്കായാലും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പം 2,74,000 വ്യൂസ് ഉണ്ടായിട്ടും എനിക്ക് കയറിയത് $50, 4,000 രൂപ. സാരമില്ല, $50 എങ്കിൽ $50 കയറട്ടെ, അത്രയും തന്നെ പറയാനുള്ളൂ. പക്ഷേ അല്ലാത്തവരുണ്ട് കേട്ടോ, പൈസ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ട്, നല്ല വ്യൂസ് കിട്ടിയവരുണ്ട്. 8 ലക്ഷം ഒരു വീഡിയോയ്ക്ക്, പ്രവീണിൻ്റെയും മൃദുലിൻ്റെയും അല്ലെങ്കിൽ ഇവരുടെ ഇഷ്യൂ വെച്ചൊരു വീഡിയോ ഇട്ടവർക്ക് 8 ലക്ഷം വ്യൂസ് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കയറുന്ന പൈസ ഒന്ന് ആലോചിച്ചൊക്കെ എത്ര ഉണ്ടാവുന്നു.